KSEBയിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ അടിയന്തര യോഗം ഇന്ന് വൈകിട്ട്. ദൈനംദിന വൈദ്യുത ഉപഭോഗം 6000 മെഗാവാട്ട് പിന്നിട്ട സാഹചര്യത്തിലാണ് അടിയന്തര യോഗം ചേരുന്നത്. വൈദ്യുതിയുടെ ലഭ്യത, വിതരണം എന്നിവ ചർച്ചയാകും. അജ്മൽ ദിറാർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ് വിവരങ്ങളുമായി. അജ്മൽ, മുൻപ് തന്നെ KSEB അറിയിച്ചിരുന്നതാണ് 6000 മെഗാവാട്ട് പിന്നിടുമ്പോൾ അതൊരു പ്രതിസന്ധിയിലേക്ക് നയിക്കാനുള്ള ഒരു സാഹചര്യമുണ്ടെന്ന്. ഇതുൾപ്പെടെ ഇന്ന് ചർച്ചയാകുന്നുണ്ടോ? എങ്ങനെയാണ് ഈ പ്രതിസന്ധിയെ മറികടക്കാനുള്ള തീരുമാനങ്ങളെന്ന് അറിയാൻ സാധിക്കുന്നുണ്ടോ? അതോ ഇന്നത്തെ യോഗത്തിൽ മാത്രമാകും ഇത് ചർച്ചയാവുക? ഹാഷ്മി പ്രഭിത, സംസ്ഥാനത്ത് അതികഠിനമായി ചൂട് തുടരുന്നതിനിടെ ഇത് ഒരു 4 ദിവസം കൂടി ഇനിയും ഈ ചൂട് തന്നെ മുന്നോട്ട് പോകും എന്നൊരു സാഹചര്യം കൂടി നിലനിൽക്കുമ്പോഴാണ് KSEBക്ക് ഇങ്ങനെ ഒരു ഉന്നതതല യോഗം ചേരേണ്ടതിൻ്റെ ഒരു ആവശ്യകത വന്നത്. ഇന്ന് വൈകിട്ട് 5 മണിക്ക് തിരുവനന്തപുരത്ത് ചേരുന്ന യോഗത്തിൽ മന്ത്രിയും അതോടൊപ്പം തന്നെ ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്നുണ്ട്. ഇതിൽ പ്രധാനമായി ചർച്ചയാകുന്നത് 3 വിഷയങ്ങളാണ്. ഒന്ന്, സംസ്ഥാനത്ത് ഇങ്ങനെ വൈദ്യുതി ഉപഭോഗം ഉയർന്നു നിൽക്കുന്ന സാഹചര്യം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ 6000 മെഗാവാട്ട് പിന്നിട്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ പോകുന്ന സാഹചര്യത്തിൽ വൈദ്യുതി ഉപഭോഗത്തിൽ ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ചാണ് പ്രധാനമായും ചർച്ച വരുന്നത്. കാരണം സംസ്ഥാനത്ത് ഇപ്പോൾ 25% മാത്രമാണ് ആഭ്യന്തര ഉൽപ്പാദനമുള്ളത്. മൊത്തം ഉപയോഗത്തിന്റെ 25% മാത്രമാണ് ആഭ്യന്തര ഉൽപ്പാദനമുള്ളത്. അത് ഈ വേനൽ കൂടിയ സാഹചര്യത്തിൽ ജലനിരപ്പുകൾ അണക്കെട്ടുകൾ താഴുക കൂടി ചെയ്തപ്പോൾ ആ 25% എന്നത് 20%ത്തിലേക്ക് കൂടി ചുരുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഈ ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ച് ഒരു ചിന്ത വേണമെന്ന് KSEBയുടെ KSEBക്ക് മുമ്പിൽ നിർദ്ദേശം വന്നതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ ഒരു ഉന്നതതല യോഗം ചേരുന്നത്. ബാക്കിയുള്ള പവർ എക്സ്ചേഞ്ചുകളിൽ നിന്നും കരാറടിസ്ഥാനത്തിലും കേന്ദ്ര സർക്കാരിന്റെ വിഹിതമായുമൊക്കെ ലഭിക്കുന്ന വൈദ്യുതിയുടെ അളവ് കുറച്ചുകൊണ്ട് ആഭ്യന്തര ഉൽപ്പാദനം കൂടുതൽ വർദ്ധിപ്പിക്കുക എന്നത് KSEBയുടെ പ്രഥമ പരിഗണനയുള്ള ഒരു വിഷയമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വൈദ്യുതിയുടെ ഉപയോഗത്തിൽ ഒരു നിയന്ത്രണം കൊണ്ടുവരാൻ KSEB ആലോചിക്കുന്നതായും വാർത്തകളുണ്ട്. അത് ഇന്ന് ഉന്നതതല യോഗം ചേർന്ന് ശേഷമാകും അതിലൊരു തീരുമാനമുണ്ടാവുക. കാരണം എന്ന് പറഞ്ഞാൽ വൈകിട്ട് 6 മുതൽ രാത്രി 10 വരെയുള്ള പീക്ക് ടൈമുകളിൽ നമ്മുടെ വൈദ്യുതി ഉപയോഗം വളരെ കൂടിയ നിലയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അത് കുറയ്ക്കണമെന്ന് മലയാളികളോട് KSEBയുടെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശം വന്നിട്ടുണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് ഉന്നതതല യോഗത്തിൽ ചർച്ചയായ ശേഷം കൂടുതൽ വിശദാംശങ്ങൾ ഈ ഉന്നതതല യോഗത്തിൻ്റെതായി പുറത്തു വരുമെന്ന് കരുതാം. പ്രഭിത, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.